രാത്രികാലങ്ങളിൽ ഏറ്റവും അധികം തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ പനമ്പള്ളി നഗർ. മനോഹരമായ സ്ഥലമാണ്, രാത്രിയൊക്കെ പോയി നടക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഈ പനമ്പള്ളി നഗറിനെയും ഇരുട്ടിലാക്കി പവർ കട്ട്. രാത്രി 8 മണിക്ക് ആരംഭിച്ച വൈദ്യുതി നിയന്ത്രണം 8:30 വരെ നീണ്ടു. കണ്ടുവരാം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. പനമ്പള്ളി നഗറിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഈ രാത്രി അല്പസമയം മുൻപാണ് ഇവിടെ കറണ്ട് പോയത്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ സമാനമായി തന്നെ രാത്രി 7 മണിക്ക് ശേഷം, അതായത് വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആ സമയങ്ങളിൽ കറണ്ട് പോയിരുന്നു. പ്രധാനപ്പെട്ട സമയത്ത് പീക്ക് ടൈമിൽ ഇങ്ങനെ കറണ്ട് പോവുകയാണ്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ വൈകിട്ട് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോഴേക്കും കറണ്ടില്ല. 10 വർഷം സുന്ദരമായിരുന്നു കേരളം. വൈദ്യുതി കട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ പോലും എന്താണ് പവർ കട്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഏത് സമയത്തും ഇപ്പോൾ ഫുട്ബോൾ വെക്കാൻ പോയ മറ്റേ മെസ്സിനെ കാണുന്നു വെച്ചാൽ ആ സമയത്ത് കറണ്ട് പോലെ ഞാൻ 3 പ്രാവശ്യം. ഒന്നാമത് ഇതിന് സമയം പറയുന്നത്, നേരത്തെയൊക്കെ പവർ കട്ട് എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയമില്ല. 25 മിനിറ്റ്, 20 മിനിറ്റ്, 40 മിനിറ്റ്, 1 മണിക്കൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ, അതായത് പനമ്പള്ളി നഗറിൽ തന്നെ വിവിധ സമയങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മുൻകൂട്ടി അറിയിക്കാതെ ഒരു സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരുന്നതും വലിയ തോതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മുൻ സർക്കാരിൻ്റെ കാവൽ മന്ത്രിസഭയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ വലിയ തോതിൽ വിമർശനം, ആ സമയത്ത് പവർ കട്ട് ഉണ്ടായിരുന്നതിൽ വലിയ തോതിൽ കോൺഗ്രസ് തന്നെ വിമർശനം ഉന്നയിച്ചതാണ്. അവർ പിന്നീട് ഭരണത്തിലെത്തുമ്പോൾ അവരുടെ ഭരണകാലത്ത് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ പവർ കട്ട് അല്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരുന്നുവെന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാക്കും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.